പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ ആലയത്തിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി നിൽക്കാനുള്ള അനുഗ്രഹം തന്നതിന് അമ്മയ്ക്കും ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ആശ ബിനു. ഞാൻ എറണാകുളം കണ്ടനാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ജാക്കോബായ വിശ്വാസിയാണ്. എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി നിൽക്കാൻ കിട്ടിയതിന് കോടാനുകോടി നന്ദി. എനിക്ക് അമ്മയുടെ അനുഗ്രഹം മൂലം എൻ്റെ പ്രൊമട്രിക് എക്സാം പാസ്സാകാൻ സാധിച്ചു. ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അമ്മയും ആൻറ്റിയും വഴിയാണ്. പിന്നെ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ഡിസംബർ 10 എനിക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പ്രൊമട്രിക് എക്സാം പാസ്സാകാൻ സാധിച്ചു. ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പായി നേർച്ച വസ്തുക്കളായ തൈലം നെറ്റിയിൽ പൂശുകയും ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി സെൻറ്ററിൻ്റെ ഒരു ആരും ചവിട്ടില്ലാത്ത സ്ഥലത്തിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഉടമ്പടി കാശുരൂപവുമായി എക്സാമിന് കയറിയത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ പ്രൊമട്രിക് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം എനിക്കൊരു ചെറിയ സ്കോറിൻ്റെ വ്യത്യാസത്തിലാണ് പ്രൊമട്രിക് കിട്ടാതിരുന്നത്. രണ്ടാമത് ഞാൻ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പായി ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടുകയും ആ കാശുരൂപവും കൊണ്ടുപോയായിരുന്നു എക്സാം എഴുതുന്നതിന്. പിന്നെ എനിക്ക് പ്രൊമട്രിക് എക്സാം കിട്ടിക്കഴിഞ്ഞ് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ മെഡിക്കൽ വന്നു. മെഡിക്കലിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ വന്നപ്പോഴാണ് ഒരു സാക്ഷ്യത്തിൽ ഒരു കുട്ടി പറയുന്നത് കേട്ടത്, TB എന്ന അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്കാറ് ഒരിക്കലും നമ്മുടെ ഇതിൽ നിന്നും പോകത്തില്ല. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അത് സ്കാർ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊന്നും പോകാൻ സാധിക്കുകയില്ല. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയമായി. കാരണം ചെറുപ്പത്തിൽ എനിക്ക് TB വന്നിട്ടുണ്ടെന്ന് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അതെൻ്റെ ചെറിയ പ്രായത്തിലായതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ മുതൽ ഞാനെൻ്റെ ഉടമ്പടി തൈലം നെഞ്ചത്ത് പറ്റുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ മെഡിക്കലിന് പോയി. മെഡിക്കൽ കിട്ടി. പിന്നീട് എനിക്ക് പോകാനുള്ള ബാക്കി പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് പോകുന്നതിനുള്ള ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഈ മാസം അടുത്ത സൺഡേ പോവുകയാണ്, 5-ാം തീയതി ഖത്തറിലേക്ക്. നേഴ്സാണ് ഞാൻ. നേഴ്സായിട്ടാണ് പോകുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി പത്രം പ്രാർത്ഥിച്ച് അടുത്ത വീടുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ഹോസ്പിറ്റൽ വഴിയെല്ലാം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതിച്ചോറുണ്ടാക്കി തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പുതിയകാവ് ആയുർവേദ ഹോസ്പിറ്റലിലെ ബൈസ്റ്റാൻഡേഴ്സിന് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ വരുന്ന സഹായത്തിൻ്റെ ഇത് കാണുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഇതനുസരിച്ച് ഞാൻ സഹായിക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ആത്മീയ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ജാക്കോബൈറ്റ് ആയതുകൊണ്ട് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റാറില്ല. പക്ഷേ ഹൂസോയോ പ്രാപിച്ചിട്ട് ഞാൻ ഇത് കുർബാന സ്വീകരിക്കാറുണ്ട്. പിന്നെ എല്ലാ ബുധനാഴ്ചകളിലും ഞാൻ ഉപവസിക്കും. പിന്നെ ഞാൻ നോൺ വെജ് ബുധനാഴ്ചകളിൽ കഴിക്കാറില്ല. ഒരു സാക്ഷ്യത്തിൽ ഞാൻ കേട്ടതാണ് ഒരു കുട്ടി ഇങ്ങനെ ബുധനാഴ്ചകളിൽ നോൺ വെജ് ഒക്കെ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്. പിന്നെ അരമണിക്കൂറോളം ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് മാക്സിമം മുടങ്ങാതെ തന്നെ കൂടാറുണ്ട്. ഈശോയ്ക്കും മാതാവിന് കോടാനുകോടി നന്ദി, എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വചനമാണ്. മോശ തൻ്റെ അയോഗ്യതയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ കഴിവുകളെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ദൈവം മോശയ്ക്ക് വാഗ്ദാനം കൊടുക്കുന്നത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ദൈവ സാന്നിധ്യം തന്നെയാണ് മോശയ്ക്ക് ദൈവം കൊടുക്കുന്നത്. അതായിരുന്നു മോശയുടെ ശക്തി. മരിയൻ ഉടമ്പടിയിലും നമ്മളും ഈശോയോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു വാഗ്ദാനമാണ്, ഒരു വാഗ്ദാനത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ദൈവം നമ്മോട് പറയുന്നത്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നാണ്. ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ട് തിരിയണമെന്ന് നോക്കുമ്പോൾ ഉടമ്പടിയിൽ ഈശോയും അമ്മയും നമ്മോട് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നാണ്. ദുർബല നിമിഷങ്ങളിൽ ഇൻ്റർവ്യൂ പോകുമ്പോൾ പാസ്സാകുമോ ഫെയിലാകുമോ എന്ന് പേടിച്ച് പോകുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിന്നുമാണ് നമുക്ക് ആ ശക്തി ലഭിക്കുന്നത്. ഉടമ്പടി ജീവിതം നമുക്ക് ധൈര്യവും ശക്തിയുമാണ് നൽകുന്നത്.
ഞാൻ നിന്നോട് കൂടി ഉണ്ട് എന്ന വാഗ്ദാനമാണ് നമ്മുടെ ഉടമ്പടി വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ആശാ ബിനു എന്ന മകളുടെ സാക്ഷ്യത്തിൽ നാം കേൾക്കുന്നതും ആ ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ദൈവാനുഭവമാണ്. ഈ മകൾ ആദ്യമായിട്ട് പ്രോമെട്രിക് എക്സാം എഴുതാൻ പോയപ്പോൾ ആദ്യമായൊരു ഫെയിലിയർ ആയിരുന്നു. രണ്ടാം പ്രാവശ്യം എഴുതാൻ പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് എക്സാമിന് പോയപ്പോൾ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ മകൾ രണ്ടാം പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യുകയും ആ എക്സാം പാസ്സാവുകയും ചെയ്തത്. പിന്നീടുണ്ടായിരുന്ന മെഡിക്കൽ എക്സാമിന് ഇവിടെ വന്നപ്പോഴൊരു സാക്ഷ്യം കേട്ടത് TB വന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്കാർ കാണാൻ സാധ്യതയുണ്ട് എന്നും അത് പ്രശ്നങ്ങളുണ്ടാകുവാനും മെഡിക്കൽ റിപ്പോർട്ട് നല്ല രീതിയിലാവില്ല എന്നുമുള്ള ഒരു ഭയമുണ്ടാവുകയും അത് ആ സാക്ഷ്യം കേൾക്കുകയും സാക്ഷ്യം കേട്ടതിൽ പിന്നെ കൂടുതൽ തീക്ഷ്ണമായിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നല്ലൊരു മെഡിക്കൽ റിപ്പോർട്ട് നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. പിന്നീടുള്ള വിസയും ടിക്കറ്റുമെല്ലാം ഈ യുദ്ധത്തിൻ്റെ സമയത്ത് പോലും ഈശോയും അമ്മയും കൂടെ നിന്ന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന്, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്ന വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഈ മകൾക്ക് ഖത്തറിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കുകയും ഏപ്രിൽ 5-ാം തീയതി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തോടെ ഈ നല്ലൊരു നഴ്സിൻ്റെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഖത്തറിലേക്ക് പോകുന്നത്. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളെവിടെ പോയാലും എന്തിനു പോയാലും അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയാണ് നമ്മളെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്നത്. ആ ദൈവ സാന്നിധ്യത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഉടമ്പടിയാണ്. ആ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിൽ ഉറച്ച വിശ്വാസം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ ഈശോയും അമ്മയും തുറന്നു തരുന്നത്. ഈ ആത്മീയ സമർപ്പണത്തിലേക്ക് നമ്മുടെ ജീവിതവും കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് സമർപ്പിക്കാം. ആശാ ബിനുവിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.